ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ വീടുകൾ എപ്പോഴും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കാൻ നമ്മൾ ഡെയിലി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ നീറ്റാക്കി ഇടാന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ദിവസവും 2 നേരം അടിച്ചു വാരാം. ഇതിപ്പോൾ എന്താ ഇത്ര കാര്യമായിട്ട് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? ചില വീടുകളിലേക്ക് നമ്മൾ അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുകയാണെങ്കിലും അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ പോലെ അത്ര ഓർഗനൈസ്ഡ് ആയിട്ട് അവരുടെ വീടുകൾ ഇരിക്കുന്നത് കാണാം. നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ക്ലീനിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കും ഇതുപോലൊരു ഹോം സ്വന്തമാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലീനിങ് റൂട്ടീൻ സെറ്റ് ചെയ്യാം. മോർണിംഗ് ക്ലീനിങ് റൂട്ടീൻ ആൻഡ് ഈവനിങ് ക്ലീനിങ് റൂട്ടീൻ. മോർണിംഗിൽ കുറച്ച് ടൈം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ചിലവഴിക്കാം. അതിൻ്റെ പകുതി ചിലവഴിച്ചാൽ മതി നമ്മൾ ഈവനിങ് ക്ലീനിങ് റൂട്ടീനിൽ. നമ്മൾ ഡെയിലി നമ്മൾ ഈ ഒരു റൂട്ടീൻ കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ വീട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് മോർണിംഗ് ക്ലീനിങ് റൂട്ടീൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1 അവർ നമുക്ക് പവർ ഹവറായിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമ്മൾ മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ക്ലീനിങ്ങിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാം. ഇനി ഈ ക്ലീനിങ് റൂട്ടീനിൽ നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താമെന്ന് നോക്കാം. എല്ലാ ബെഡ്റൂമിലെയും ബെഡെല്ലാം നീറ്റാക്കി വിരിച്ചിടാം. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയ റൂമിലെ ബെഡ് മാത്രമല്ലേ നീറ്റാക്കി വിരിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള റൂമുകളിലെ ബെഡെല്ലാം നീറ്റാക്കി വിരിച്ചിടാം. പിന്നെ ലിവിങ് ഏരിയയിലെ മെയിൻ ഹൈലൈറ്റാണ് നമ്മുടെ സെറ്റി അല്ലേ? അപ്പോൾ സെറ്റിയിലെ വീഡിയോ ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അതിലെ കുഷ്യൻസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഡൈനിങ് ടേബിളിൽ വല്ലതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി തുടച്ച് നീറ്റാക്കി ഇടാം. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഫ്രീ ആക്കി ഇടാം. അതായത് കിച്ചണിലെ പണികൾ കഴിയുമ്പോൾ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നമ്മളെപ്പോഴും ക്ലീൻ ആക്കി ഇടാം. ഇത്രയും ആയാൽ തന്നെ നമ്മുടെ പകുതി ക്ലീനിങ് കഴിഞ്ഞു. നെക്സ്റ്റ് പിക്കപ്പ് ടൈമാണ്. ഈ ടൈമിൽ ബെഡ് സൈഡ് ടേബിള്, കുട്ടികളുടെ ടോയ്സ്, എന്തെല്ലാം സാധനങ്ങൾ സ്ഥാനം മാറിയിരിക്കുന്നുണ്ടോ അതെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വയ്ക്കാം. നെക്സ്റ്റ് സ്വീപ്പിംഗ് പ്ലസ് മോപ്പിംഗ്. ഡെയിലി തുടയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നരാടാണെങ്കിൽ അങ്ങനെ. അതൊക്കെ ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതൊക്കെയാണ് രാവിലത്തെ ക്ലീനിങ് റൂട്ടീനിൽ ഉൾപ്പെടുന്നത്. ഇത്രയും ആയാൽ തന്നെ നമ്മുടെ ഹോം ക്ലീൻ ഹോമായി. ഇനി ഈവനിങ് റൂട്ടീനിൽ നമുക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. ഈവനിങ് റൂട്ടീനിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലവും ഒന്ന് പോയി നോക്കി വീണ്ടും എന്തെങ്കിലും സാധനങ്ങളെല്ലാം സ്ഥാനം മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതാത് സ്ഥാനത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചു വാരിയിടാം. പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി നമ്മൾ തുണികൾ വാഷ് ചെയ്യാന്ന് പറയുമ്പോൾ വാഷ് ചെയ്ത തുണികൾ അന്നാന്ന് തന്നെ മടക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക. അപ്പാപ്പുള്ള പാത്രങ്ങൾ അപ്പാപ്പ തന്നെ കഴുകി വെക്കുക. നൈറ്റിൽ മസ്റ്റായിട്ടും കിച്ചൺ കൗണ്ടർ ടോപ്പും സിങ്കും ഫ്ലോറും ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ലാസ്റ്റ് വേസ്റ്റ് കൂട്ടിയിടാതിരിക്കുക. അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ അതിൽ വേസ്റ്റ് എല്ലാം ഉടനെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഹോം ഹാപ്പി ആൻഡ് ഹെൽത്തി ഹോമായിട്ട് മാറും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ ആയി കാണും വരേക്കും ബൈ ബൈ.